ഗുഡ് മോർണിംഗ്. കുട്ടികൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ടഫാണ്, പരീക്ഷയ്ക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ള ഭാഗം ഗ്രാമർ സെക്ഷൻസ് ആണെന്നൊക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഏതൊരു ഭാഷയുടെയും ബേസ് എന്ന് പറയുന്നത് ടെൻസാണ്, അല്ലെങ്കിൽ കാലമാണ്. അതേപോലെ തന്നെ ഓക്സിലറി വെർബാണ് ടെൻസിൻ്റെ സോള് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്സിലറി വെർബിലാണ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്നൊക്കെ പറയും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സെൻറ്റൻസ് തരാം. ജോൺ പ്ലേസ് ക്രിക്കറ്റ്, ജോൺ പ്ലേഡ് ക്രിക്കറ്റ്, ജോൺ വിൽ പ്ലേ ക്രിക്കറ്റ്. ഈ 3 സെൻറ്റൻസിൽ ആദ്യത്തെ ജോൺ എന്ന സബ്ജക്റ്റും, രണ്ടാമത്തെ പ്ലേ എന്ന വേർബും, മൂന്നാമത്തെ ക്രിക്കറ്റ് എന്ന ഒബ്ജക്റ്റും സെയിമാണ്. എല്ലാ സെൻറ്റൻസിലും സെയിമാണ്. പക്ഷെ ഇതിൽ മാറ്റമെന്ന് പറയുന്നത് വേർബിലുള്ള ചില മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ വേർബിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഓക്സിലറി വേർബിലെ മാറ്റമാണ്. അതായത് ആദ്യത്തെ സെൻറ്റൻസിലെ ഇഎസും, രണ്ടാമത്തെ സെൻറ്റൻസിലെ പ്ലേഡ് എന്നുള്ള ഇഡിയും, മൂന്നാമത്തെ സെൻറ്റൻസിലെ വില്ലുമാണ് ഈ 3 സെൻറ്റൻസിനെയും പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ആക്കുന്നത്. ബാക്കിയെല്ലാം സെയിമാണ്. ഈ ഇഎസും ഇഡിയും വില്ലുമാണ് ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിനെ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചർ ആക്കുന്ന ഈ ഓക്സിലറി വേർബ്സ്, അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടത്. നമുക്ക് 24 ഓക്സിലറീസ് ഉണ്ട്. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആറ്, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാള്, ക്യാന്, മേ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, നീഡ് ടു, ഡെയർ ടു, യൂസ്ഡ് ടു. ഈ അവസാനത്തെ ഒരു 4 അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ആദ്യത്തെ 20 അതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓക്സിലറി വെർബ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചെയ്യുകയാണെങ്കിലും, റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുകയാണെങ്കിലും, അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുകയാണെങ്കിലും, ഇവിടെയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് വരുന്നത്, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഈ ഓക്സിലറി വേർബാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഗ്രാമർ എന്ന് പറയുന്നത്, അത് ടെൻസ് എന്നൊക്കെ പറയുന്നത്, അത് റൂള് വെച്ച് പഠിക്കേണ്ടതല്ല. നമ്മുടെ ലൈഫുമായിട്ട് ടച്ച് ചെയ്ത് സിറ്റുവേഷനിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത വീഡിയോസിൽ ഓരോ ടെൻസിലെ ഡിഫറൻസ് നമ്മളെ സിറ്റുവേഷനിലായിട്ട് പറഞ്ഞുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.